Good morning, students. 9ാം ക്ലാസ്സിലെ കുട്ടികൾ നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിന്റെ ഗണിതം മറ്റധ്യാപകര് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ തുടങ്ങാൻ പോകുന്നത് അതിന്റെ 1ാമത്തെ അധ്യായം തന്നെയാണ്. ഒരു അധ്യയന വർഷത്തിൽ പഠിക്കേണ്ട 9ാം ക്ലാസ്സിലെ ഗണിതത്തിൽ ആദ്യത്തെ അധ്യായം ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഏരിയ, പരപ്പളവാണ്. നമ്മൾ ഈ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ഏരിയ? ഏത് രൂപത്തിന്റെ ഏരിയയാണോ അതിനുള്ളിലുള്ള എല്ലാ സ്ഥലത്തിന്റെയും അളവിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുക, പരപ്പളവ് എന്ന് പറയുക. ഏത് വസ്തുവിന്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്? ഒരു സ്ഥലത്തിന്റെ ആയിക്കോട്ടെ, ഒരു രൂപത്തിന്റെ ആയിക്കോട്ടെ, ആ രൂപത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ സ്ഥലത്തിന്റെയും അളവിനെയാണ് നമ്മൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ വിവിധ രൂപങ്ങളിലുള്ള ബഹുഭുജങ്ങളുടെ പരപ്പളവുകൾ, ഓരോ പോളികളുടെയും ഏരിയാസ് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തുടക്കം നമ്മൾ സ്ക്വയറാണ്, സമചതുരം. അതിന്റെ കൂടെ തന്നെ ചതുരവും പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നുണ്ട്, സ്ക്വയറിന്റെ ഏരിയ കാണുന്നുണ്ട്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് വശം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത്. അതായത് വശം എ ആണെങ്കിൽ എ സ്ക്വയർ, സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് എ സ്ക്വയർ ആണ്. അതിന്റെ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ. ദി സെയിം വേ ഏരിയ ഓഫ് റെക്ടാംഗിൾ മീൻസ് ഇഫ് എൽ ഈസ് ദി ലെങ്ത് ആൻഡ് ബി ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ അല്ലെങ്കിൽ ചതുരത്തിന്റെ നീളം എല്ലും വീതി ബിയുമാണെങ്കിൽ അതിന്റെ പരപ്പളവ് കാണേണ്ട സൂത്രവാക്യം അല്ലെങ്കിൽ ഏരിയ കാണേണ്ട സൂത്രവാക്യം എൽ ബി ആണ് നമ്മൾ പഠിച്ചത്. നീളം ഗുണിക്കണം വീതിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഏരിയ കാണുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഫിഗർ വരയ്ക്കാനും പഠിച്ചത്. റെക്ടാങ്കിൾ എങ്ങനെ വരയ്ക്കാം, സ്ക്വയർ എങ്ങനെ വരയ്ക്കാം, അതും നമ്മൾ പഠിച്ചതാണ്. അതിനുശേഷമാണ് നമ്മൾ ത്രികോണങ്ങളിലേക്ക് വരുന്നത്. ഒരു ത്രികോണം ആദ്യം പഠിച്ചിട്ട് റെക്ടാങ്കിളിലേക്കാണ്, ചതുരത്തിലേക്കാണ് വരുന്നത് ശരിക്കും പറയാം. പിന്നെയാണ് ആ ത്രികോണത്തിന്റെ എണ്ണങ്ങളുടെ കൂടുന്നതനുസരിച്ചാണ് അതിന്റെ ഏരിയകൾ മാറിക്കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏരിയകളുടെയും അതുപോലെ കോണുകളുടെയും ഒക്കെ അളവുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ അതിനെ വികരണം വരച്ച് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടാണ് ആ കണക്കുകൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതെല്ലാം ഓർമ്മയുണ്ടാവും. അപ്പൊ ഇവിടെ ഈ നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിൽ ഒരു റെക്ടാങ്കിൾ എങ്ങനെ വരക്കാം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അവിടെ പഠിച്ചത് നമ്മൾ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് നമ്മൾ റെക്ടാങ്കിൾ വരക്കാനാണ്. എല്ലാവർക്കും അറിയാമോ? അത് കുട്ടികൾക്കെല്ലാം ഓർമ്മയുണ്ടോ ഈ റെക്ടാങ്കിളിന്റെ എങ്ങനെ വരക്കാം എന്നുള്ളത്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക അല്ലെങ്കിൽ ചതുരം വരയ്ക്കുക എന്നാണെന്ന് വിചാരിച്ചു. 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. എല്ലാവരും ഒന്ന് പെൻസിലും പിന്നെ ഇതെല്ലാം എടുത്താൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കുക, പുസ്തകം എടുക്കുക, എന്നെല്ലാവരും അതൊന്ന് എഴുതിയിട്ട് വരച്ചാൻ. എന്താ വരക്കാൻ പറഞ്ഞ മാഷ്? 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞത്. ഒന്ന് വരച്ചാൽ നിങ്ങൾ വരയ്ക്കുന്നതിനോടൊപ്പം ഞാനും വരക്കാം. എല്ലാവരും നോക്കണം എങ്ങനെ വരയ്ക്കുന്ന. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സ്കെയിൽ എടുത്തിട്ടില്ല. സ്കെയിലിന് പകരം ഒരു ഉപകരണം. ഞാൻ കൃത്യമായിട്ട് അളവുകൾ എടുത്ത് വരക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് പറയാം. 6 സെന്റിമീറ്റർ നീളം അല്ലെ, ഞാൻ എഴുതുന്നിടത്തേക്കുള്ള ഈ അളവാണ് അതിന്റെ 6 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ഇവിടെ ഇതിന് എത്ര നീളമുണ്ട്?
6 സെന്റിമീറ്റർ നീളം. ഇതിന്റെ വീതി എത്രയാണ്? വീതി എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. വീതി 4 സെന്റിമീറ്റർ ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചതുരത്തിന്റെ പ്രത്യേകത നീളവും വീതിയും ലംബങ്ങളാണ്, പരസ്പരം ലംബങ്ങളാണ്. അതാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ വീതി വരുന്നത് ലംബമായിട്ടാണ്. ഉണ്ടാക്കുന്ന കോണ്, നമ്മളൊരു ചതുരം വരച്ചാല് ഈ ചതുരത്തിന്റെ നീളവും വീതിയും പരസ്പരം ലംബങ്ങളാണ്. അപ്പൊ നമുക്ക് ലംബം വരയ്ക്കാൻ അറിയണം. എങ്ങനെയാ ലംബം വരയ്ക്കുക? ഒന്നിക്കല് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, അല്ലെ? ഇതിന്റെ സ്ക്വയർ സെറ്റ് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വീതി വരക്കാം, ഇതിങ്ങനെ വരക്കാം. ഇനി നമ്മളോട് പറയുന്ന അതൊന്നും എടുത്താൽ പോരാ, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഇവിടെ അടയാളപ്പെടുത്തുക, എന്നിട്ട് നമുക്ക് വരക്കാം. ഇങ്ങനെ വെച്ചു, ഇവിടെ ഈ പോയിന്റ് ഇവിടെ വെച്ചു, ലൈനിന്റെ മുകളിൽ കറക്റ്റ് ആവുന്ന വിധത്തിൽ ഇത് വെച്ചു, എന്നിട്ട് നേരെ 90 അടയാളപ്പെടുത്തുക. ഇത് യോജിപ്പിച്ചാലും എനിക്ക് എന്ത് കിട്ടും? 90 എന്നുള്ള ലംബം കിട്ടും. 90 ഡിഗ്രി വരുന്ന ലംബം എനിക്ക് വരക്കാൻ പറ്റും, അല്ലേ? ഇനി എന്നോട് പറയുന്നത് ഇതും എടുത്തുകൂടാ, ഏത്? പ്രൊട്രാക്ടർ ഉപയോഗിച്ചും വരച്ചുകൂടാ. നിങ്ങൾ കോമ്പസും സ്കെയിലും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കോമ്പസും സ്കെയിലും മാത്രം ഉപയോഗിച്ച് ലംബം വരയ്ക്കണം. അപ്പൊ എങ്ങനെ വരയ്ക്കും? അപ്പൊ അവിടെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഇതിന് ലംബം വരയ്ക്കണമെങ്കിൽ ഈ പോയിന്റ്, ഈ ലൈൻ കുറച്ച് നീട്ടി വരയ്ക്കണം. രണ്ട് ഭാഗത്തും ലൈൻ കുറച്ച് നീട്ടി വരയ്ക്കുക. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം. ഈ ലൈൻ കുറച്ച് നീട്ടി വരച്ചു. എന്നിട്ട് ഈ കോമ്പസ് എടുത്തിട്ട് ഇതിന്റെ ഇവിടെയാണ് തുടങ്ങുന്നത്, അടയാളപ്പെടുത്തിയിട്ട് 6 സെന്റിമീറ്റർ അവിടെ വെച്ചിട്ട് ഇവിടെ ഈ ഭാഗത്ത് എനിക്കൊരു ചാപൂടാൻ പറ്റും. മേക്ക് ആൻ ആർക്ക് ഓൺ ദി ലൈൻ. ഈ ലൈനിന്റെ മുകളിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. അതേ അകലം ഇപ്പുറം വെച്ചിട്ട് ഇവിടെയും ഒരു ആർക്ക് ഇടുക. ഇപ്പൊ ചെയ്ത എല്ലാവർക്കും മനസ്സിലായോ? ഈ ഭാഗത്ത് ഒരു ആർക്കിട്ടു, ഇപ്പുറവും ഒരു ആർക്കിട്ടു. ഇനി ഇവിടുന്ന് പോയിന്റ് മാറ്റുക, ഇത് മാറ്റുക. ഇവിടെ കൊണ്ടൊക്കെ ഈ സംഗമിക്കുന്ന 2 ബിന്ദുക്കൾ നമുക്ക് കിട്ടി. ആ അകലം വേറൊരു അകലം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മള് ഒരു ചാപം മുകളിലിടുക, ഇങ്ങനെ ഇടുക. ഇപ്പുറം വെക്കുക, ഇവിടെ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യുക. തിരിഞ്ഞോ? അപ്പൊ ഈ 2 ഭാഗത്തും ഞാൻ വെച്ചിട്ട് ഇവിടെ ഇതിനെ കട്ട് ചെയ്തു, ഇപ്പുറം വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിച്ചു. നമുക്ക് ലൈൻ കിട്ടി. അപ്പൊ അങ്ങനെ ആ ലൈൻ കിട്ടിയാൽ നമ്മൾ ഇവിടെ ആദ്യം വെച്ച 6 ഇവിടെ വെച്ച് ഈ യോജിക്കുന്ന ലൈനിലേക്ക് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. ഇത് യോജിപ്പിച്ചാൽ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന കോണത്തിലായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ലംബം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എത്ര സെന്റിമീറ്റർ അളന്നെടുക്കണം? 4 സെന്റിമീറ്റർ അളന്നെടുക്കണം. വീതി 4 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ 4 സെന്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് ഇതിന് ചാപൂടുക, അല്ലേ? എന്നിട്ടോ ഇപ്പുറം വെക്കുക. ഇതിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്. ഈ 6 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ വെച്ച് ഇങ്ങോട്ട് ചാപൂടുക. ഇപ്പുറമുള്ള ഈ 4 സെന്റിമീറ്റർ നമ്മൾ എടുത്തതുണ്ട്. ആ 4 സെന്റിമീറ്റർ ഇപ്പുറം വെച്ച് ഇതിനെ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെയും ബിന്ദുക്കൾ കിട്ടി. അവ തമ്മില് യോജിപ്പിക്കുക. ഇങ്ങനെ ഇവിടെ വെച്ച് ഇതിനെ യോജിപ്പിക്കുക, അതിങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇത് കിട്ടി 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും നീളവും വീതിയുമുള്ള ഒരു ചതുരം വരക്കാൻ നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ മുമ്പേ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ചതുരം വരക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു വശം ലംബങ്ങളാണ്, പരസ്പര ലംബങ്ങളാണ് ഇതിന്റെ നീളവും വീതിയും. ഇപ്പൊ നീളവും വീതിയും ലംബങ്ങളാവുമ്പോൾ ആ ലംബങ്ങൾ എങ്ങനെയൊക്കെ വരക്കാം? കോമ്പസും റൂളും റൂളറും മാത്രം, കോമ്പസും സ്കെയിലും മാത്രം ഉപയോഗിച്ച് വരക്കുന്നതാണ് മാഷ് പറഞ്ഞത്.
ആദ്യം ഇവിടെ വെച്ച് രണ്ട് സൈഡിലേക്കും ചാപങ്ങളിട്ട് ആ പോയിന്റുകളിൽ ഇവിടെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചാപം ഇടുക, അത് യോജിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് വരക്കാം? ഒരു ചതുരം വരക്കാം. ചതുരം എല്ലാവർക്കും വരക്കാം. ഇവരും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ എടുത്ത് വരക്കാം. എന്നാൽ ഇനി മാഷ് പറയാൻ പോകുന്നത് ചതുരത്തിന്റെ അളവ്, നീളവും വീതിയും തരാതെ അതിന്റെ പരപ്പളവ് തന്നിട്ട് ആ ചതുരം എങ്ങനെ വരക്കാം? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഒരു ചതുരത്തിന്റെ പരപ്പളവ്. ആ ചതുരം നമുക്ക് വരക്കാം. ഇപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര അളവ് പരപ്പളവുള്ള അല്ലെങ്കിൽ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഇപ്പൊ നമുക്കറിയാം ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതിയാണ്. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളവും വീതിയും ഗുണിക്കുന്നതാണ്. എല്ലും ബിയും ഗുണിക്കുന്നതാണ്. ആ പരപ്പളവാണ് 12 സെന്റിമീറ്റർ സ്ക്വയർ, 12 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെ 12 സെന്റിമീറ്റർ നീളം ഇത് കിട്ടണമെങ്കിൽ നീളവും വീതിയും എത്രയായിരിക്കണം എന്ന് നമുക്കറിയാം. നീളവും വീതിയും ഗുണിച്ചതാണ് പരപ്പളവ് 12 എന്ന് പറയുന്നത്. അപ്പൊ 12 ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അല്ലെ, 1 സെന്റിമീറ്റർ എടുക്കുമ്പോൾ 12 എനിക്ക് ഇങ്ങനെ എഴുതാം, 1 ഗുണം 12 എന്ന് എഴുതാം 12-ന്. അപ്പൊ 1 വീതിയും 12 നീളവും എടുക്കാം. 2 ഗുണം 6 എന്ന് എഴുതാം. 2 വീതിയും 6 നീളവും എടുത്ത് എനിക്ക് ചതുരം വരക്കാം. 3 ഗുണം 4 എന്ന് എഴുതാം. 3 വീതിയും 4 നീളവും എടുക്കാം. ഇത്രയും ചാൻസുകളാണുള്ളത്. പിന്നെ വീണ്ടും 4 ഗുണം 3 ആവും. അപ്പൊ ഇത് തന്നെയാണല്ലോ. അപ്പൊ ഈ 3 തരത്തിൽ എനിക്ക് പിന്നെ അളവുകൾ എടുത്താൽ, നീളവും വീതിയും എടുത്താൽ നമുക്ക് ആ ചതുരത്തിന്റെ പരപ്പളവ് 12 ആയിരിക്കും. ഇപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് 12 വരുന്ന വിധത്തിൽ നീളവും വീതിയും ഇങ്ങനെ വരാം. അപ്പൊ ഈ 3 തരത്തിലുള്ള ചതുരങ്ങൾ എനിക്ക് വരക്കാൻ കഴിയും. അല്ലെ, പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന വിധം ആണെങ്കിൽ അതിന്റെ നീളവും വീതിയും ഏതെല്ലാം തരത്തിലെടുക്കാം? 1 12 ആയിട്ട് എടുക്കാം, 2 6 ആയിട്ട് എടുക്കാം, 3 4 ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ 1 and 12, 2 and 6 and also 3 and 4. We can construct a rectangle by using these values. ഈ പിന്നെ തരത്തിലുള്ള വിലകള് ഉപയോഗിച്ച് എനിക്കൊരു പിന്നെ ചതുരം വരക്കാൻ പറ്റും. അപ്പൊ അതിൽ 1 മാത്രം ഞാൻ വരക്കാം. ഇത് നമുക്ക് 3 4 അളവുകളുള്ള ഞാൻ 1 വരക്കുന്നത്, അല്ലെങ്കിൽ 2 വരക്കാം. അല്ലെ, എല്ലാവരും ഒന്ന് പെൻസിലും ഇതെല്ലാം എടുത്തിട്ടൊന്ന് ഇത് വരച്ചാൽ ആദ്യം നമുക്ക് ഈ 2 6 വരക്കാം, 3 4 വരക്കാം. ഇപ്പൊ 2 6 വരക്കണമെങ്കിൽ ഞാൻ നേരത്തെ വരച്ചതുപോലെ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ വശം വരക്കും 6 സെന്റിമീറ്റർ. പിന്നെ എനിക്ക് ലംബം വരക്കണം. ലംബം വരക്കണമെങ്കിൽ 2 സെന്റിമീറ്റർ ആണ് ലംബം. ഇപ്പൊ ലംബം വരക്കണമെങ്കിൽ ഇതാണ് 6, ഇവിടുത്തേക്കാണ് 6 എന്ന് വിചാരിച്ചു, ഇതാണ് 6 എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ പോയിന്റ് ഇവിടെ വെച്ചു, അല്ലേ? ഈ പോയിന്റ് ഇവിടെ വെച്ചിട്ട് ചെറിയൊരളവ് ചാപം ഇവിടെ ഇട്ടു, അത് തന്നെ ഇപ്പുറം ഇട്ടു. ചാപങ്ങൾ ഇട്ടത് മനസ്സിലായോ? 2 ഭാഗത്തും ഇവിടെ വെച്ച് 2 ഭാഗത്തും ചാപങ്ങൾ ഇപ്പുറം ഇട്ടു. വേറെ അകലെടുക്കുക, പോയിന്റ് ഇവിടെ വെക്കുക, കാണുന്നുണ്ടല്ലോ. ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് ഒരു ചാപം ഇടുക, ഇപ്പുറം വെക്കുക, എന്നിട്ട് ഇവിടെ അതിനെ ഖണ്ഡിക്കുക. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റും ആദ്യത്തെ പോയിന്റും തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ യോജിപ്പിക്കുമ്പോ എനിക്ക് ഇത് ഒരു ലൈൻ കിട്ടി ലംബമായിട്ട്. ഇതിന് 2 സെന്റിമീറ്റർ സ്കെയിലാണ് എടുക്കുക. ഇവിടെ വെച്ചിട്ട് ആ 2 സെന്റിമീറ്റർ വരുന്ന വിധത്തില് ഒരു ചാപ് ഇടുക. അപ്പൊ ഇതിന്റെ അളവ് ഇവിടുന്നിടത്തേക്കുള്ള നീളത്തിലായിട്ട് മാറി 2 സെന്റിമീറ്റർ. ഇവിടുന്നിടത്തേക്കുള്ള നീളം 6 സെന്റിമീറ്റർ ഉണ്ട്. ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്.
അല്ലെ? ഈ 6 സെന്റിമീറ്റർ നമുക്കറിയാം സ്കെയിൽ ആകുന്നിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഇവിടെ വെച്ച് ഇങ്ങോട്ട് ചാപോട്ടു. ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 2 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്തു അല്ലെ? അപ്പോ 6 ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 2ഉം 6ഉം നമുക്ക് കിട്ടി. അവ യോജിപ്പിക്കുന്ന, ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുക, ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിപ്പിക്കുക. ഞങ്ങൾക്ക് ഏത് കിട്ടി? ചതുരം കിട്ടി. 6 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഉള്ള ചതുരം ഞാൻ വരച്ചു. നിങ്ങൾക്ക് അത് അടുത്തത് 4 സെന്റിമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം വരക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വരക്കാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 4 സെന്റിമീറ്റർ എടുത്തിട്ട് ആദ്യത്തെ ലൈൻ വരച്ചു. അത് കുറച്ച് നീളം കൂട്ടി വരച്ചു. ഇവിടുന്ന് ഇവിടത്തേക്ക് 4 സെന്റിമീറ്റർ വരുന്നുള്ളൂ. ഇതാണ് 4 സെന്റിമീറ്റർ. കോമ്പസ് എടുക്കുക. ആദ്യം ലംബം വരയ്ക്കണം. ഇവിടെ പോയിന്റ് വെച്ചു അല്ലെ? ചെറിയ അകലം എടുത്ത് ഇവിടെ ചാവിട്ടു. അത് ഇപ്പുറവും ചാവിടുക. 2 ഭാഗത്തും ചാവിട്ടു. ഇനി വേറൊരു അകലം എടുക്കുക. ഇവിടെ വെച്ച് ഇതിന് പിന്നെ ആർക്കിട്ടു. ഇപ്പുറം വെച്ച് ഇവിടെ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാം. 2 ആർക്ക് വരച്ചു. ആ ആർക്കുകള് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് ഇത് യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ലൈൻ കിട്ടും. ഇതിലാണ് എത്ര സെന്റിമീറ്റർ എടുക്കേണ്ടത്? 3 സെന്റിമീറ്റർ എടുക്കേണ്ടത്. ഇവിടെ വെച്ച് 3 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ മാർക്ക് ചെയ്യാം. ഈ 3 സെന്റിമീറ്റർ ഇപ്പുറം വെച്ച് ഇവിടെയും മാർക്ക് ചെയ്തു. ഇതാണ് 4 സെന്റിമീറ്റർ. ഈ 4 സെന്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തു. ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇത് 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരമായിട്ട് മാറി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ചതുരം വരക്കാൻ പറഞ്ഞാൽ ഈ തരത്തിൽ നമുക്ക് ചതുരങ്ങൾ വരച്ചൂടെ? വരക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചതുരങ്ങൾ വരക്കാം. അപ്പൊ ചതുരങ്ങൾ എങ്ങനെ വരക്കണ്ടേ എന്നുള്ളത് മാഷ് പറഞ്ഞു. ഇത് നിങ്ങൾ 2-3 എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ വരുമ്പോഴാണ് ഇത് വന്നത്. 24 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന പരപ്പളവുള്ള ചതുരം വരയ്ക്കുക എന്നാണെങ്കിലോ 24 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ചതുരം വരയ്ക്കുകയാണെങ്കിലോ 24 ചതുരശ്ര സെന്റിമീറ്റർ വരണമെങ്കിൽ നീളവും വീതിയും കുടിക്കണം അല്ലേ? 24 ഏതെല്ലാം കുടിച്ചാൽ കിട്ടുക? 1 24 കുടിച്ചാൽ കിട്ടും. 2 12 കുടിച്ചാൽ കിട്ടും. 3 8 കുടിച്ചാൽ കിട്ടും. 4 6 കുടിച്ചാൽ കിട്ടും അല്ലെ? ഇത്രയും ചാൻസുകളുണ്ട്. 4 6 കുടിച്ചാലും 24 ആണ്. 3 8 കുടിച്ചാൽ 24 ആണ്. 2 12 കുടിച്ചാൽ 24 ആണ്. 1 24 കുടിച്ചാൽ 24 ആണ്. അപ്പോൾ നീളവും വീതിയും ഈ 4 തരത്തിലെടുത്ത് എനിക്ക് ചതുരം വരക്കാൻ പറ്റും. നീളവും വീതിയും 4 തരത്തിലെടുത്തിട്ട് ചതുരം വരക്കാൻ പറ്റും. അപ്പോ 4 × 6 ഒരു മെഷർമെന്റ്, അതുപോലെ 3 × 8 അടുത്ത മെഷർമെന്റ്, അതേപോലെ 2 × 12, അതുപോലെ 1 × 24. അപ്പൊ ഈ 4 ടൈപ്സ് വി ക്യാൻ ഡ്രോ എ സ്ക്വയർ റെക്ടാംഗിൾ അല്ലെ? നമുക്ക് ഈ 4 അളവുകൾ ഉപയോഗിച്ച് 4 ടൈപ്സ് ഓഫ് റെക്ടാംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 4 തരത്തിലുള്ള റെക്ടാംഗിളുകൾ നമുക്ക് വരക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നമ്മള് റെക്ടാംഗിൾ വരച്ചതുപോലെ ഒരു ട്രയാംഗിൾ വരക്കണം. റെക്ടാംഗിളിന്റെ ഏരിയ ആണ് നോക്കുന്നത്. ട്രയാംഗിളിന്റെ ഏരിയ തന്നു കഴിഞ്ഞാൽ ആ ട്രയാംഗിൾ എങ്ങനെ വരയ്ക്കാം? ട്രയാംഗിളിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. ട്രയാംഗിളിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആ ട്രയാംഗിൾ നമുക്ക് വരക്കണം. ഇപ്പൊ മാഷ് ഇത് മായ്ക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാലോ. റെക്ടാംഗിൾ ഇപ്പൊ സ്വയം വരച്ച് നോക്കണം. ഈ 4 തരത്തിലുള്ള പിന്നെ ഇത് നിങ്ങൾക്ക് വരച്ച് നോക്കുക. വരച്ചിട്ട് ഞാൻ ചോദിക്കും, വരച്ച് കാണിക്കേണ്ടി വരും.
ഓക്കെ, 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ചതുരം എങ്ങനെ വരയ്ക്കേണ്ടത് നമ്മൾ കണ്ടു. അതേ ചോദ്യം തന്നെ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ. എന്താണ് ഒരു ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ട സൂത്രവാക്യം? നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട് എല്ലാവർക്കും. ട്രയാങ്കിളിന്റെ നിങ്ങൾ മുമ്പേ പഠിച്ചാണ്, 8ാം ക്ലാസ്സിലെ പഠിച്ചാണ്. ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ട സൂത്രവാക്യം അര ബി എച്ച് ആണ്. ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ട സൂത്രവാക്യം അര ബി എച്ച് ആണ്. അര ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ പാദം. ഇതാണ് ബി. ഈ പാദത്തിലേക്ക് എതിർശീർഷത്തിൽ നിന്നുള്ള ലംബമാണ് എച്ച്. ഒരു ത്രികോണത്തിന്റെ പാദം ബിയും ആ പാദത്തിലേക്ക് ഉള്ള ലംബം എച്ചും. ഇതാണ് നമുക്ക് ബിയും എച്ച്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പരപ്പളവാണ് അര ബി എച്ച്. അതിന്റെ പരപ്പളവാണ് അര ബി എച്ച്. അതാണ് എത്ര സെന്റിമീറ്റർ? 12 സെന്റിമീറ്റർ. അര ബി എച്ച് 12 ആകുമ്പോൾ ഒരു ബി എച്ച് എത്രയായിരിക്കണോ? അര ബി എച്ച് 12. അര ബി എച്ച് 12. അപ്പൊ ഒരു ബി എച്ച് എന്ന് പറയുന്നത് അര ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2 ഹരിക്കണം 2 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം 2. 12 2 കൊണ്ട് ഗുണിച്ചെത്രയാവും? 24. അപ്പൊ ബിയും എച്ചും ഗുണിച്ചാൽ 24 കിട്ടണം. പാദവും ലംബവും ഗുണിച്ചാല് 24 കിട്ടണം. അപ്പൊ 24ന്റെ ഗുണിതമായിട്ട് വരുന്ന അളവുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ എഴുതിയല്ലേ? 1 ഗുണം 24 എഴുതാം, 2 ഗുണം 12 എഴുതാം, 3 ഗുണം 8 എഴുതാം, 4 ഗുണം 6 എഴുതാം. ഇതെല്ലാം 24ന്റെ ഗുണിതാണ്. അപ്പൊ പാദം 24 നീളം അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ അതിന്റെ ലംബം 1 ആയിട്ടുള്ള ത്രികോണങ്ങൾ വരയ്ക്കാം. പാദം 12 ലംബം 2 ആയിട്ടുള്ള ത്രികോണം വരയ്ക്കാം. പാദം 8 അതേപോലെ 3 ലംബവുമായിട്ടുള്ള ത്രികോണം വരയ്ക്കാം. അതേപോലെ 6 പാദവും 4 ലംബവുമായിട്ടുള്ള ത്രികോണം വരയ്ക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ത്രികോണങ്ങളുടെ പരപ്പളവ് എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ട്? അര ബി എച്ച് ആണ് നമുക്ക് പരപ്പളവ് കാണേണ്ട സൂത്രവാക്യം. അര ബി എച്ച് 12 ആണെങ്കിൽ ഒരു ബി എച്ച് എത്രയായിട്ട് മാറുന്നു? 24 ആയിട്ട് മാറുന്നു. 2 ഗുണം 12 24. അപ്പൊ ബി എച്ച് ആണ് 24. ബി എച്ച് എന്ന് പറഞ്ഞാൽ പാദവും ലംബവും ഗുണിക്കുന്നതാണ്. അപ്പൊ പാദവും ലംബവും ഗുണിച്ചാൽ 24 സെന്റിമീറ്റർ കിട്ടും എന്ന് പറയുമ്പോൾ പാദവും ലംബവും നിനക്ക് ഈ തരത്തിലുള്ളതെല്ലാം എടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള 8 3 അല്ലെങ്കിൽ 6 4 ഞാൻ 6 4 എടുക്കുന്നു ചെയ്യും. 6 4 എടുത്തിട്ട് എന്നോട് ഒരു ത്രികോണം കൺസ്ട്രക്ട് ചെയ്യാൻ പറയാം. അതിന്റെ പരപ്പളവ് എത്രയാണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നു 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു വശം വരയ്ക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു വശം വരയ്ക്കണം. ഇതിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം 6 സെന്റിമീറ്റർ. ഇനി ഈ വശത്തിൽ നിന്നൊരു ലംബം ഉണ്ടാവണം. ഈ ലംബം ഉണ്ടാവണം. ആ ലംബത്തിന്റെ നീളം എത്രയായിരിക്കണം? 4 സെന്റിമീറ്റർ ആയിരിക്കണം. ലംബമാണ് അല്ലെ? ആ ലംബമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ലംബം നമുക്ക് വരയ്ക്കുന്നത് എനിക്ക് ഇവിടെ ഈ പോയിന്റ് വെച്ചിട്ട് എനിക്കൊരു ലംബം വരയ്ക്കാം. ഞാൻ അങ്ങനെ ഒരു ലംബം വരയ്ക്കുന്നു. ലംബം എങ്ങനെയാ വരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞു. എങ്ങനെയാ ലംബം വരയ്ക്കുന്നത്? ഇവിടെ പോയിന്റ് വെച്ച് ശ്രദ്ധിക്കുക, ഒരകലെടുക്കുക. നമ്മൾ ഇതിനുള്ളിൽ ചാപോടുന്ന് ഇപ്പുറം വെക്കുന്നു, ഇവിടെ ചാപോടുന്നു 2 ഭാഗത്തും. ഇനി പോയിന്റ് ഇപ്പുറം വെക്കുക, മുകളില് ചാപോടുക, ഇവിടെ വെക്കുക, ഇതിനെ കട്ട് ചെയ്യുക അല്ലേ? എന്നിട്ടോ ആ ലൈൻ യോജിപ്പിക്കുക. ആ ലൈൻ യോജിപ്പിക്കുക. ഇപ്പോ ലൈൻ യോജിപ്പിക്കുമ്പോൾ ഇതുമായിട്ട് യോജിപ്പിക്കുമ്പോ എനിക്ക് ഇങ്ങനെയുള്ള ലൈൻ കിട്ടും.
ഇതിന് എത്ര സെന്റിമീറ്റർ നീളം എടുക്കണം? അളന്നിട്ട് 4 സെന്റിമീറ്റർ എടുക്കണം. ഉയരം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാനിവിടെ വെച്ചിട്ട് 4 സെന്റിമീറ്റർ അളന്നെടുത്തു, ഇവിടെ മാർക്ക് ചെയ്തു. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം എന്തായത്? 6 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഏതെങ്കിലും ഒരു പോയിന്റ്, ഏടുന്ന ലംബം വരക്കുന്നത്. ഇന്ന പോയിന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേൾക്കുക. ലംബം എത്രയാണെന്നേ ഉള്ളൂ? 4 സെന്റിമീറ്റർ ആവേ വേണ്ടു. ഇവിടെ ലംബം വരച്ചു, 4 മാർക്ക് ചെയ്തു. ഇനിയോ ഇതിന്റെ ലംബം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇതിലേക്കുള്ള അകലം, ഇതാണ് ഒരു വശം. ഇത് മറ്റൊരു വശം ഇവിടെ മുന്നിലേക്കുള്ളത്. ഇത് യോജിപ്പിച്ചാൽ എനിക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടുന്നുണ്ടല്ലേ? ഈ ത്രികോണത്തിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ബേസ് അല്ലെങ്കിൽ പാദം 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതൊരു ത്രികോണം, ഇഷ്ടംപോലെ ത്രികോണം വെച്ചൂടെ? ഞാൻ വേറെ ഒന്നും വരക്കുന്നത് എന്തോ ചോദിച്ചാല്, ഇവിടെ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതിനകത്തെ പോലെ തന്നെ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ലംബം വരയ്ക്കുന്നത്. അപ്പൊ ലംബം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്തു? ഞാൻ കോമ്പസ് എടുത്തു, പകുതിയിലധികം കുറച്ച് നീളം, പകുതിയിലുള്ള കുറച്ച് നീളം ഇപ്പുറം എടുത്തു. ഇതിനെ കട്ട് ചെയ്തു. എനിക്ക് ഇത് കിട്ടി അല്ലേ? ഇനി വേറൊരു അകലം എടുക്കുക. ആ അകലം എടുത്തിട്ട് ഇതിവിടെ മാർക്ക് ചെയ്തു. ഇപ്പുറം വെക്കുക, ഇതിനെ കട്ട് ചെയ്യാം. ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ ലംബം, അടുത്ത ലംബം കിട്ടി. ഇതില് 4 സെന്റിമീറ്റർ അളന്നെടുക്കുക. 4 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തു. എന്നിട്ടോ ഈ ലംബത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിലേക്ക് യോജിപ്പിക്കുക. ഇതിങ്ങോട്ട് യോജിപ്പിക്കുക. ഇത് വേറെ തരത്തിലുള്ള ത്രികോണമായി. ഈ ത്രികോണം കണ്ടാൽ ഒരുപോലെയാണോ? രണ്ടും 2 തരത്തിലാണല്ലേ? ഇതിന്റെ രണ്ടിന്റെയും പാദം മാറും, ലംബം 4 തന്നെയാണ്. ഇവിടെയും പാദം മാറും, ലംബം 4 തന്നെയാണ്. ഇങ്ങനെ എനിക്ക് ഏടെ വേണമെങ്കിൽ ലംബം വരച്ചിട്ട് ത്രികോണങ്ങൾ കുറേണ്ണം വരച്ചൂടെ? വരയ്ക്കാൻ പറ്റുമല്ലോ. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്യണം. ഇങ്ങനെയുള്ള ഈ ലംബം വരക്കണം, മറക്കരുത്. മറക്കുക. അപ്പൊ ഇപ്പം വരച്ച എല്ലാവരും പെൻസിൽ സ്കെയിലുണ്ടല്ലോ, എല്ലാവരും വരച്ച് വേഗം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ ഇതെല്ലാം ഒന്നിച്ച് വരക്കും. എങ്ങനെയാ? ഈ ത്രികോണങ്ങളെല്ലാം ഒന്നിച്ച് വരക്കും. കുറെ ത്രികോണങ്ങൾക്ക് വരക്കാം. ഞാൻ വരക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ അവിടെ വരക്കാൻ പോകുന്നത് 3 വെട്ട് കൊടുത്തിട്ട് 8 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് വരണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം വരക്കുന്നത്. എട്ട് സെന്റിമീറ്റർ എടുത്തു, വലിയ ഒരു ലൈൻ വരച്ചു. ഇത് 8 സെന്റിമീറ്റർ. ഇതിന്റെ നീളത്തിലാണ് 8 സെന്റിമീറ്റർ. ഞാൻ ഇവിടെ വെച്ച് ഒരു ലംബം വരയ്ക്കണം. ഇവിടെ വെച്ച് ഒരു ലംബം വരയ്ക്കണം. അവിടെ വെച്ചിട്ട് കണക്ക് ലംബം വരയ്ക്കണം. ലംബത്തിന്റെ നീളത്തെയാണ് 3 സെന്റിമീറ്റർ ആണ്. 8 × 3 = 24. അപ്പൊ ലംബത്തിന്റെ എല്ലാം നീളം നമുക്ക് എടുക്കാം 3 സെന്റിമീറ്റർ. ഞാൻ ഇവിടെ വെച്ച് ഇവിടെ ചാമ്പോട്ടു, ഇപ്പുറം ചാമ്പു, വേറെ അകലെടുത്തു, ഇവിടെ മാർക്ക് ചെയ്തു, ഇപ്പുറം എടുത്തു, ഇതിനെ കട്ട് ചെയ്തു. ആ ലംബം വരച്ചു. ആ ലംബം വരച്ചു. 8 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അകലെടുത്തു. വീട് നിർത്തേക്കുള്ള നീളം 3 സെന്റിമീറ്റർ.
മാർക്ക് ചെയ്യും. മനസ്സിലായല്ലോ? ഇത് യോജിപ്പിക്കുക. ഈ യോജിപ്പിക്കുന്നു. ഇതൊരു ത്രികോണം അല്ലേ? അടുത്ത ത്രികോണം വരക്കണം. ഇതിൽ തന്നെ മാറ്റമില്ല. ലംബം ഇവിടെയാണ്. ലംബം ഇവിടെയാണ്. ഒരകലെടുത്തു, ഇവിടെ ചാപോട്ടു, ഇപ്പുറം ചാപോട്ടു. വേറൊരകലെടുത്തു, ഇവിടെ വെച്ചു, ഇതിനെ ഇതാക്കി, ഇവിടെ വെച്ചു, ഇതിനെ ഖണ്ഡിച്ചു. അവ തമ്മിൽ യോജിപ്പിച്ചു. ഇതിലും 3 സെന്റിമീറ്റർ അളന്നെടുക്കണം. 3 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ അളന്നിട്ടുണ്ട്. ഇവിടെ 3 സെന്റിമീറ്റർ ഇവിടെ എടുത്തു, ഈ 3 സെന്റിമീറ്റർ ഇവിടെ എടുത്തു. ഇവ തമ്മിൽ യോജിപ്പിച്ചു. ഇതിൽ നിന്ന് ഇതിലേക്ക് യോജിപ്പിച്ചു. ത്രികോണം വരയ്ക്കുക. ഇതിലേക്ക് യോജിപ്പിച്ചു. വേറൊരു ത്രികോണം ഞാൻ വരച്ചു. അടുത്തത് വീണ്ടും ഒരു ലംബം കൂടി എടുത്തു. ഇവിടെ വെച്ചത്. ഇവിടെ ഒരകലെടുത്തു, ഇപ്പുറം ഇവിടെ വെച്ചു, വേറൊരകലെടുത്തു, ഇവിടെ ചാർന്നിട്ടു, ഇപ്പുറം വെച്ചു, ഇവിടെ ചാർന്നിട്ടു. ശ്രദ്ധിക്കണം. എന്നിട്ട് ലംബം വരച്ചു ഇതിലേക്ക്. ഇതിലും 3 സെന്റിമീറ്റർ അളന്നെടുത്തു. 3 സെന്റിമീറ്റർ ആണ്. ഈ 3 സെന്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു. ഇവിടുന്ന് ഇതിലേക്ക് യോജിപ്പിച്ചു. ഇതിൽ നിന്ന് ഇതിലേക്കും യോജിപ്പിച്ചു. 3 ത്രികോണങ്ങളെ ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി. ഇതിന്റെ എല്ലാം പാദം ഒന്നാണ്. 3 ത്രികോണത്തിന്റെയും പാദം ഒരേ പാദം. 3ന്റെയും ഹൈറ്റിന്റെ നീളം, ലംബത്തിന്റെ നീളം 3 സെന്റിമീറ്റർ ആണ്. ആദ്യം ഇവിടെ വരച്ചത്, അപ്പോഴൊരു ത്രികോണം കിട്ടി. ഇതിന്റെ ലംബം ഇവിടെയാണ്, അപ്പൊ വേറൊരു ത്രികോണം കിട്ടി. ഇതിന്റെ ലംബം ഇവിടെയാണ്, അപ്പൊ വേറൊരു ത്രികോണം കിട്ടി. 3 ത്രികോണത്തിന്റെയും പരപ്പളം എന്തായിരിക്കും? അപ്പോ അരവീച്ച് 1/2 3 × 8 8 × 3 24 12 കൊണ്ട് ഹരിച്ചാല് 2 കൊണ്ട് ഹരിച്ചാല് എനിക്ക് 12. 3ന്റെയും പരപ്പളം 1 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 12 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. 3 ത്രികോണത്തിന്റെയും പരപ്പളം ഒരേ പരപ്പളോ. പക്ഷെ 3ഉം വരച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വ്യത്യസ്തമായിട്ടുള്ള ത്രികോണങ്ങൾ കിട്ടി. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കുക. ഈ 3 പാദത്തിലല്ലാത്ത ശീർഷം നോക്കിയാലേ അത് 3ഉം ഒറ്റ ലൈനിൽ വരുന്നേ. ഈ 3ാമത്തെ ശീർഷം 3 ഒരേ വരയിലായിരിക്കും ഉണ്ടാവുക, സെയിം ലൈനിലാണ്. എന്തുകൊണ്ട്? ഇതിന്റെ 3ന്റെയും പരപ്പളവ് ഇതിന്റെ 3ന്റെയും ലംബങ്ങളുടെ ഉയരം തുല്യമാണ്. ഈട 3 ആണെങ്കിൽ ഈടി 3 ആണ്, ഈടി 3 ആണ്. ലംബങ്ങൾ തുല്യവും പാദം തുല്യവുമാണ്. അപ്പൊ ഒരേ പാദമുള്ള ത്രികോണത്തിന്റെ ലംബങ്ങൾ തുല്യമാണെങ്കിൽ ആ 3 ത്രികോണങ്ങളും ഒരേ വരയിൽ, 3ാമത്തെ ശീർഷം ഒരേ വരയിലാകും എന്ന് പറഞ്ഞാൽ ഈ 2 വരകളും
സമാന്തര വരകളാണ്. ഈ വരയുടെ സമാന്തരമായിട്ടുള്ള വരയാണ്. അപ്പൊ സമാന്തര വരകൾക്കിടയിലുള്ള അകലങ്ങളാണ് തുല്യം, ലംബമായിട്ട് വരുന്നത്. ഈ ലംബം സമാന്തര വരകൾക്കിടയിലുള്ള ലംബമാണ് അല്ലെങ്കിൽ അകലമാണ് എപ്പോഴും തുല്യമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു ഈ മൂന്നിന്റെയും ലംബങ്ങളുടെ നീളം എത്ര സെന്റിമീറ്ററിന്റെയാണ്? 3 സെന്റിമീറ്ററിന്റെയാണ്. അപ്പൊ ഒരേ പാദമുള്ള ഒരേ ലംബമുള്ള ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണുള്ളത്. ആ പരപ്പളവുള്ള ത്രികോണങ്ങൾ ഒരേ സമാന്തര വരകൾക്ക്, ഒരേ സമാന്തര ജോഡി സമാന്തര വരകൾക്കിടയിലാണുള്ളത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ത്രികോണങ്ങൾ 2 സമാന്തര വരകൾക്കിടയിൽ ഒരേ പാദമാണുള്ളതെങ്കിൽ ഇതിനുള്ളിൽ എനിക്കൊരു ത്രികോണം ഇങ്ങനെ വരക്കാം, ഇവിടെ നീളത്തേക്കുള്ള ത്രികോണം വരക്കാം, ഇവിടെ നീളത്തേക്കുള്ള ത്രികോണം വരക്കാം. എങ്ങനെ എത്ര ത്രികോണങ്ങൾ വരച്ചാലും ഈ ത്രികോണങ്ങളുടെ എല്ലാം ബേസസ് ഈക്വൽ ആണ്. അത് സമാന്തര വരകൾക്കിടയിൽ ആണുള്ളത്, ഒരേ സമാന്തര വരകൾക്കിടയിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലംബങ്ങൾ തുല്യാണെന്ന അർത്ഥം. അങ്ങനെ വരുമ്പോൾ ആ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നിയമമാണ് നമ്മൾ പഠിച്ചത്. 2 സമാന്തര വരകൾക്കിടയിൽ ഒരേ പാദമുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. 2 സമാന്തര വരകൾക്കിടയിലുള്ള ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഒരേ പാദമുള്ള ത്രികോണത്തിന്റെ 3ാമത്തെ മൂല ഒരേ വരയിലാണെങ്കിൽ, അങ്ങനെ പറയാലോ, ഒരേ പാദമുള്ള ത്രികോണങ്ങളുടെ 3ാമത്തെ മൂല ഒരേ വരയിലാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. നമ്മളിവിടെ വരച്ചത് പരപ്പളവുകൾ തുല്യം എടുത്തിട്ട് വരച്ചു. പക്ഷെ അതിൽ നമുക്ക് കിട്ടുന്നത് എന്താ? പരപ്പളവുകൾ തുല്യമാവുമ്പോൾ ആ ത്രികോണങ്ങൾ എവിടെ ഉണ്ടാകുന്നത്? 2 സമാന്തര വരകൾക്കിടയിലാണ്. ആ സമാന്തര വരകൾക്കിടയിൽ ആയതുകൊണ്ടാണ് അതിന്റെ ലംബങ്ങൾ തുല്യമായതുകൊണ്ടാണ്. അപ്പോഴാണ് പരപ്പളവുകൾ തുല്യമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തെന്ന്? ത്രികോണത്തിന്റെ പാദങ്ങൾ തുല്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലംബങ്ങൾ തുല്യമാണ് ആകുന്നു. എങ്ങനെയാണെങ്കിൽ ഒരേ സമാന്തര വരകൾക്കിടയിലാണെങ്കിൽ, അല്ലെങ്കിൽ 3ാമത്തെ മൂല അല്ലെങ്കിൽ ശീർഷം ഒരേ വരയിലാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ പരപ്പളവുകൾ തുല്യമായ ത്രികോണങ്ങൾ ഒരേ പാദങ്ങൾ ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരേ സമാന്തര വരകൾക്ക് ഇടയിലായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞ എന്താ? ത്രികോണങ്ങളുടെ പാദങ്ങൾ തുല്യമാകുമ്പോൾ അവയുടെ രണ്ടും ആ ത്രികോണങ്ങളെല്ലാം 2 സമാന്തര വരകൾക്കിടയിലാണ് ഉള്ളതെങ്കിൽ ആ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് തുല്യമായിരിക്കും. അല്ലെങ്കിൽ പരപ്പളവുകൾ തുല്യമായ ത്രികോണത്തിന് ഒരേ പാദമാണുള്ളതെങ്കിൽ 3ാമത്തെ മൂല എപ്പോഴും ഒരേ വരയിലായിരിക്കും. പരപ്പളവുകൾ തുല്യമായ ത്രികോണങ്ങൾക്ക് ഒരേ പാദമാണുള്ളതെങ്കിൽ 3ാമത്തെ മൂല എപ്പോഴും ഒരേ വരയിലായിരിക്കും. ആ 2 വരകളും സമാന്തര വരകളായിരിക്കും. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. That is, triangle having same base and the third vertex is on the same line. Triangles having same base and the third vertex on the same line. That triangle's area always equal. പ്രത്യേകം ഓർമ്മിക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വായിക്കുന്നത് ഓക്കെ. നമ്മളോട് പറയുന്നത് 7 സെന്റിമീറ്റർ പാദമുള്ള 5 സെന്റിമീറ്റർ ലംബവുമുള്ള ത്രികോണങ്ങൾ വരയ്ക്കുക. ഒരേ പാദമുള്ള ത്രികോണങ്ങൾ വരയ്ക്കുക. നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ പാദം നേരത്തെ വരച്ച പോലെ മാറ്റമൊന്നുമില്ല, പുതുതായിട്ടൊന്നുമില്ല. നമുക്ക് ഇത് വരച്ചു. 7 സെന്റിമീറ്റർ എടുത്ത് ഒരു ലൈൻ വരച്ചു. 7 സെന്റിമീറ്റർ
ഇതിന്റെ പാത എല്ലാം തുല്യമായിരിക്കണം, 7 സെന്റിമീറ്റർ. വേറൊരു ലൈൻ വരക്കണം, സമാന്തര ലൈൻ. അതിന് എനിക്ക് 5 സെന്റിമീറ്റർ ലംബത്തിലൂടെയാണ് ആ സമാന്തര ലൈൻ പോകുന്നത്. അപ്പൊ 5 സെന്റിമീറ്റർ ലംബം വരയ്ക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഒരകലം ഇട്ട് ഇവിടെ ഇട്ടു, ഇപ്പുറം ഇട്ടു, വേറൊരു അകലം എടുത്തു, ഇവിടെ ഉള്ളില് മാർക്ക് ചെയ്തു, ഇപ്പുറം വെച്ചു, ഇതിനെ മാർക്ക് ചെയ്തു. ഇത് യോജിപ്പിച്ചാൽ നമുക്ക് ലംബമായി. ഈ ലംബത്തിലാണ് 5 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഒരു ത്രികോണം നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ കുറെ ത്രികോണങ്ങൾ നമുക്ക് ഇവിടെ വരക്കണം. വീണ്ടും ഇതേപോലെ എല്ലാ വശങ്ങളും വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്തുകൊണ്ട്? നമുക്ക് ഈ ബിന്ദുവിലൂടെ ഒരു ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു ലംബം, ഒരു സമാന്തര രേഖ വരച്ചാൽ മതി. എങ്ങനെയാ സമാന്തര വരകൾ വരയ്ക്കുക? നമ്മള് ഇത് സ്കെയിലായി, ഇത് നമ്മുടെ മട്ടം ഇവിടെ വെച്ച് ഈ ലൈനിന് കണക്കായിട്ട് വെക്കുക. ശ്രദ്ധിക്കണം, ഇങ്ങനെ വെച്ചു. അങ്ങനെ സ്കെയിലാണ് വേണ്ടത്. ഈ സ്കെയില് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കല്ലേ, ഇങ്ങനെ വെക്കല്ലേ, അതേപോലെ വെച്ച് മുകളിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇത് നേരെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ലൈനിന്റെ മുകളിൽ വെക്കും. ഇത് നേരെ ഇങ്ങോട്ട് വരച്ചാൽ മതി. മനസ്സിലായോ? നമ്മള് ഇത് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ വെക്കുക, സ്ക്വയർ സെറ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് സൈഡില് സ്കെയില് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് നമുക്ക് എവിടെയാ വര വരക്കണ്ട്, മുകളിൽ വര വരക്കണ്ട്. ഇനി സൈഡിൽ കണക്കാക്കി വെച്ചു. ഇത് ഇവിടെ ഉറപ്പിക്കുക. ഇതിങ്ങനെ നിരക്കി മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിലൂടെ ലൈൻ. ഇത് സമാന്തര വര. ഇനി ഈ സമാന്തര വരയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ത്രികോണങ്ങൾ വരയ്ക്കാം. ഇവിടുന്ന് ഇതിലേക്ക് ഒരു ലൈൻ വരച്ചു, ഇതിലേക്ക് യോജിപ്പിക്കുക. ഇത് ഒരു ത്രികോണമായി. ഇനി വേറൊരു ത്രികോണം ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇതൊരു വേറൊരു ത്രികോണമായി. ഇനി എത്ര വേണമെങ്കിലും നമുക്ക് വീടിനടുത്തേക്ക് യോജിപ്പിക്കുക, വീടിനടുത്തേക്ക് യോജിപ്പിക്കുക. ഇഷ്ടംപോലെ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. ഈ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. ഇപ്പൊ നമുക്ക് ഒരേ പാദമുള്ള, ഒരേ ലംബമുള്ള ത്രികോണങ്ങള് സമാന്തര വശങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ, വരകൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പരപ്പളവ് തുല്യമായിരിക്കും. ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂലേ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? രണ്ട് സമാന്തര, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും രണ്ട് സമാന്തര വരകൾ എടുത്തിട്ട് രണ്ട് സമാന്തര വരകൾ വരക്കുന്നത്. ഈ ഒരു രേഖയ്ക്ക് സമാന്തരമായിട്ട് മറ്റൊരു രേഖ എങ്ങനെ വരയ്ക്കുക? അറിയാമോ? ഇപ്പൊ നമ്മൾ വരച്ചു, അതന്നെയാണ്. ഒരു വര വരച്ചിട്ട് അതിന് സമാന്തര വര എങ്ങനെ വരയ്ക്കുക? ഒരു വര വരച്ചു, എന്നിട്ടോ ഈ വര വരച്ചിട്ട് ഈ വരയ്ക്ക് സമാന്തരമായിട്ട് മറ്റൊരു വര വരക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഇവിടെ സൈഡിൽ വെക്കുക, നമ്മുടെ സ്കെയില് കൊണ്ടുവന്നിട്ട് സൈഡിൽ വരയ്ക്കുക. ഇതിവിടെ വെക്കുക കണക്കായിട്ട്, അതിന്റെ മുകളിൽ സൈഡിൽ ഇത് വെക്കുക. എന്നിട്ട് ഇത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിലൂടെ വരച്ചാൽ ഈ രണ്ട് വരകളും എന്തായിരിക്കും? സമാന്തര വരകളായിരിക്കും. ഈ സമാന്തര വരകൾക്കിടയിൽ ഒരു ബേസ് എടുത്തു. ഇതേ ബേസ് വെച്ച് എനിക്ക് ത്രികോണങ്ങൾ ഇഷ്ടം പോലെ വരക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന ഈ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവ് ആയിരിക്കുന്ന അർത്ഥം. ഇതിന്റെ എല്ലാം ബേസ് അല്ലെങ്കിൽ ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ഈ ഹൈറ്റുകള്, ഈ ലംബങ്ങളെല്ലാം തുല്യമായിരിക്കും. രണ്ട് സമാന്തര വരകൾ ഒരേ സമാന്തര വരകൾക്കിടയിൽ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും പറഞ്ഞത്?